റോം വിത്ത് ബേസിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനുവരി 19 ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അൽബേനിയ മോണ്ടിനിഗ്രോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് വരുന്നത്. സോ ഇൻവർണസിൽ നിന്ന് ലണ്ടൻ വരെയുള്ള യാത്രയും തുടർന്ന് ലണ്ടനിൽ നിന്ന് അൽബേനിയയുടെ വിശേഷങ്ങൾ, മോണ്ടിനിഗ്രോയുടെ വിശേഷങ്ങളായിരിക്കും തുടർന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻവർണസിൽ നിന്ന് ഷെറിന് എന്നെ കോക്കരി കാണിച്ച് അവിടെ ഇരുന്ന് കളിയാക്കുമായിരുന്നു. ഇൻവർണസിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് 9:30 ആയിരുന്നു. പക്ഷേ വെതർ ഭയങ്കര സീനായതുകൊണ്ട് ഭയങ്കര ഫോഗി ക്ലൈമറ്റാണ് ഇവിടെ. സോ ഫ്ലൈറ്റ് ആണെങ്കിൽ ഡിലേ ആയി. ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഇനി ഫ്ലൈറ്റ്. ഞാനും ഷെറിനും കൂടെ ഇവിടെ ഇൻവർണസ് എയർപോർട്ടിൽ പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ലണ്ടനിലേക്ക് നമ്മൾ EasyJet ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റ് ഇത്രയും ഡിലേ ആയ കാരണം നമുക്ക് EasyJetൻ്റെ ഭാഗത്തുനിന്ന് ഒരു £6 റിവാർഡ് തന്നിട്ടുണ്ട്. റീഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം £6. നമുക്ക് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇതിനകത്താണെങ്കിൽ നമ്മൾ ഒരു മീൽ ഡീൽ മേടിച്ചാൽ മതി. എന്നിട്ട് സാൻഡ്വിച്ച്, കോൾഡ് ഡ്രിങ്ക്, സ്നാക്കും ഉണ്ടാവും. എന്തായാലും പോയി നോക്കാം. റെഡ് ബുൾ ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കുക. എയ്ലൻഡോണൻ കാസിൽ ഇതൊക്കെ ഞങ്ങളുടെ ലൊക്കേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കുച്ച് ഹോത്താഹയൊക്കെ ഷൂട്ട് ചെയ്ത. ഇൻവർണസ് അതേപോലെ തന്നെ ഹൈലൻഡ്സ് വരുന്നവരൊക്കെ അവരുടെ ട്രിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണ് ലോച്ച്നെസ്. ഹൈലൻഡിൻ്റെ ഒരു വ്ളോഗ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ഷെറിനവിടെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്കിപ്പോൾ EasyJet അവിടെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവസാനം ഞങ്ങളിത് ആ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഏകദേശം വെതറൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഷെറിനാണെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടി, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഇതെന്തോ എനിക്കിപ്പോൾ കിട്ടിയാലും കാര്യമില്ല, പുള്ളിക്കാരത്തി അത് എടുക്കും. നമുക്ക് കാര്യമായിട്ട് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇനി ഉണ്ടാവത്തില്ല. 1.5 മണിക്കൂറത്തേക്ക് ഇനി നമുക്ക് കാര്യമായിട്ട് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഷെറിന് എടുത്ത കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാവേ. നമ്മളിപ്പോൾ ലണ്ടൻ എയർപോർട്ടിലെത്തി ഗൈസ്. ഇവിടുത്തെ വെതറും ഭയങ്കര മഴയും നല്ല മൂടിക്കിടക്കും ഇവിടെ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ബാഗ് കൺവെയറേക്കടെ ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഒരുപാട് ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അങ്ങനെ പെട്ടിയൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ടൂട്ടിങ്ങിലേക്കാണ് ഞങ്ങളിനി പോകുന്നത്. ലണ്ടനിൽ ഇന്നത്തെ വെതർ വരുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞങ്ങൾ ഹൈലൻഡ്സിൽ നിന്ന് വന്നപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. തണുപ്പ് കാര്യമായിട്ടില്ല. സ്കോട്ട്ലൻഡിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ ലണ്ടനിൽ ഒരു മഴയൊക്കെ ആയിട്ടൊരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. ലൂട്ടൺ എയർപോർട്ട് പാർക്ക് വേയിലേക്ക് നമ്മളൊരു ബസ് ത്രൂ ആണ് വന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണലിലേക്ക് ഈ ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഒരു ട്യൂബും കൂടെ കയറാനുണ്ട്. പിന്നെയും ഒരു ബസ് നമ്മുടെ ഈ ട്രെയിനിലാണെങ്കിൽ ദൈവം സഹായിച്ച് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ നാൾക്ക് ശേഷം ഇത്രയും ഒരു ക്രൗഡ് കാണുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. ഹൈലൻഡ്സിൽ നമുക്ക് ഈ തിരക്കുകളൊന്നും ഇല്ലാത്ത കാരണം എന്തോ ചെറിയൊരു പുതുമ തോന്നുന്നു. ഞങ്ങൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. സോ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉള്ള വകുപ്പ് നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ടൈം ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുള്ളൂ. എങ്കിലും ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു രാത്രി
7-8 മണിയായ ഒരു ഫീലാണ് ഇവിടെ. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. അവിടെ വെച്ച് ഞങ്ങളുടെ കുഞ്ഞേച്ചീനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൽ. കുഞ്ഞേച്ചിയാണ് അക്കോമഡേഷൻ എന്ന് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നേക്കുന്നത്. കുഞ്ഞേച്ചിയുടെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ്റെ താഴെ തന്നെയായിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞാനും ഷെറിനും ഒരു ബട്ടർ നാനും അതേപോലെ തന്നെ ബട്ടർ ചിക്കനും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചിയാണെങ്കിൽ ബജി ആയിരുന്നു ഓർഡർ ചെയ്തത്. പണ്ട് മാഞ്ചസ്റ്ററിലായിരുന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കലുണ്ടായിരുന്നെങ്കിലും സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പൊക്കെ കുറവായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഓവറായിട്ട് പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും എവിടെയെങ്കിലൊക്കെ വെച്ച് പാളിപ്പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ടല്ലേ. ഞങ്ങൾ ലണ്ടനിൽ പോയി അന്നത്തെ ദിവസം രാവിലെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, രാവിലെ ലണ്ടനിൽ എത്തുന്നു, അന്നത്തെ ദിവസം മൊത്തം ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങളപ്പോൾ എത്തിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ബാക്കി അൽബേനിയൻ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം.